എന്താണ് ആഗോളതാപനം? What is global warming? മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ശരാശരി താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെയാണ് ആഗോളതാപനം എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഇവ സൂര്യനിൽ നിന്നുള്ള താപം പുറത്തുപോകാതെ ഭൂമിയിൽ തന്നെ തടഞ്ഞുനിർത്തുന്നു. ഗ്രീൻ ഹൌസ് ഇഫക്റ്റ്. ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ. ആഫ്റ്റർ ഇഫക്ട്സ്. താപനില ഉയരുന്നത് പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. മഞ്ഞുരുകലും സമുദ്രനിരപ്പ് ഉയരലും. ഉത്തരദക്ഷിണ ധ്രുവങ്ങളിലെയും പർവ്വതങ്ങളിലെയും മഞ്ഞ് വേഗത്തിൽ ഉരുകുന്നു. ഇത് സമുദ്രനിരപ്പ് ഉയരാനും തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാനും കാരണമാകുന്നു. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. അതിശക്തമായ മഴ, വെള്ളപ്പൊക്കം, കടുത്ത വരൾച്ച, ചുഴലിക്കാറ്റുകൾ എന്നിവയുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കുന്നു. ജൈവവൈവിധ്യനാശം. മാറുന്ന കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത പല സസ്യങ്ങളും ജീവജാലങ്ങളും വംശനാശഭീഷണി നേരിടുന്നു. കൃഷിനാശം. മഴ ലഭിക്കുന്ന രീതിയിലുണ്ടാകുന്ന മാറ്റം കൃഷിയെ ദോഷകരമായി ബാധിക്കുകയും ഭക്ഷ്യക്ഷാമത്തിന് വഴിതെളിക്കുകയും ചെയ്യുന്നു. ആരോഗ്യപ്രശ്നങ്ങൾ. ചൂട് കൂടുന്നത് വഴി പുതിയ തരം രോഗങ്ങൾ പടരാനും ശ്വസനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകുന്നു. ആഗോളതാപനം എങ്ങനെ നിയന്ത്രിക്കാം? How to control? ഈ വിപത്തിനെ തടയാൻ നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഒരു പുനരുപയോഗ ഊർജ്ജം ഉപയോഗിക്കുക. കൽക്കരി, പെട്രോൾ എന്നിവയ്ക്ക് പകരം സൗരോർജ്ജം, സോളർ, കാറ്റ്, വിൻഡ് എന്നിവയിൽ നിന്നുള്ള ഊർജ്ജം പരമാവധി ഉപയോഗിക്കുക. 2. മരങ്ങൾ വച്ചുപിടിപ്പിക്കുക. കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യാൻ മരങ്ങൾക്ക് കഴിയും. അതിനാൽ വനനശീകരണം തടയുകയും കൂടുതൽ മരങ്ങൾ നടുകയും ചെയ്യുക. 3. ഊർജ്ജ ലാഭം. വൈദ്യുതി അനാവശ്യമായി പാഴാക്കാതിരിക്കുക. ഊർജ്ജക്ഷമതയുള്ള LED ബൾബുകളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിക്കുക. 4. ഗതാഗതത്തിൽ മാറ്റം. പുക പുറത്തുവിടുന്ന വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ EV ഉപയോഗിക്കുകയോ പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുകയോ ചെയ്യുക. 5. മാലിന്യ സംസ്കരണം. പ്ലാസ്റ്റിക് കരിക്കുന്നത് ഒഴിവാക്കുക. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുകയും പുനരുപയോഗം, റീസൈക്കിൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ആഗോളതാപനം നിയന്ത്രിക്കാൻ ഓരോ വ്യക്തിയുടെയും ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഗുണമുണ്ടാക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.